വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഇടുക്കിക്കാരൻ ബിജു. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലം കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് പച്ചപ്പും സമാധാനവും നിറഞ്ഞ മലഞ്ചെരുവുകളിൽ ഒരു വിശ്വാസത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്ന സ്ഥലം. അതാണ് രാമപുരത്തെ സെൻറ്റ് അഗസ്റ്റീൻസ് ചർച്ച്. ഇതൊരു ആരാധനാലയം മാത്രമല്ല, ഇതൊരു പാരമ്പര്യവുമാണ്. വളരെ മനോഹരമായി പണിതീർത്ത പുതിയ പള്ളിയും പഴയ കാലത്ത് 15ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച പഴയ പള്ളിയും ഇവിടെയുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു ചെറുപട്ടണമായ രാമപുരം ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതിൻ്റെ ആത്മാവായി നിലകൊള്ളുന്നത് ഭംഗിയുള്ള ഈ പള്ളി വിശുദ്ധ അഗസ്റ്റീനോസിനെ സമർപ്പിച്ചിരിക്കുന്നു. 15ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ചർച്ചിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സംസ്കാരപരമായ മാറ്റങ്ങളും തറവാട്ട് വിശ്വാസം എല്ലാം കണ്ടുമുട്ടിയിട്ടുള്ളത് ഇവിടെയാണ്. കേരളത്തിൻ്റെയും പാശ്ചാത്യ ശൈലിയുടെയും സംയോജനത്തിൽ പണി കഴിക്കപ്പെട്ട ഈ പള്ളി ഭംഗിയിലും ആത്മീയതയിലും ഒത്തുചേരുന്ന ഒരു ഉദാഹരണമാണ്. മനോഹരമായി അലങ്കരിച്ച അൾത്താരയും നന്നായി തടികളിൽ തീർത്ത ജോലികളും നമ്മുടെ കണ്ണിന് ആനന്ദമേകുന്നു. ഇത് പുതിയ പള്ളിയുടെ ദൃശ്യമാണ്. ഈ പള്ളി ആരാധനയ്ക്ക് മാത്രമല്ല, രാമപുരത്തിൻ്റെ ആത്മാവാണിത്. എല്ലാ മതങ്ങളിലെയും ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വരാറുണ്ട്. പ്രതിവർഷം ഓഗസ്റ്റ് മാസത്തിൽ നടത്തപ്പെടുന്ന സെൻറ്റ് അഗസ്റ്റീൻ്റെ പെരുന്നാൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ്. നൂറുകണക്കിന് തീർത്ഥാടകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നു. നിങ്ങൾ ഒരു യാത്രികനോ ഒരു തീർത്ഥാടനോ അല്ലെങ്കിൽ സംസ്കാരത്തെ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്ന ആളാണോ എങ്കിൽ സെൻറ്റ് അഗസ്റ്റീൻസ് പള്ളി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ കല്ലുകളിലും ഈ പ്രാർത്ഥനകളിലുമാണ് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ആത്മാവ് ഇന്നും ജീവിക്കുന്നത്. രാമപുരത്തിൻ്റെ വിശ്വാസം ഒറ്റയ്ക്കല്ല പഠിപ്പിക്കുന്നത്, അത് എഴുതപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് പുതിയ പള്ളിയുടെ അങ്കണമാണ്. ഈ വിശ്വാസയാത്ര എല്ലാവർക്കും ഒരു അനുഭവമായി മാറുന്നു. ഞാൻ ഈ പള്ളിയിൽ പോകുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ 52 വർഷം മുമ്പ് എൻ്റെ അമ്മച്ചി എനിക്കായി ഒരു നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച കഴിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പള്ളിയിലെത്തുന്നത്. ഇതാണ് പഴയ പള്ളിയുടെ അങ്കണം. റൂഫ് മൊത്തം നല്ല തടികളിലാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇത് ഒരു അഡോറേഷൻ ചാപ്പൽ അവിടെയുണ്ട്. അപ്പോൾ 24 മണിക്കൂറും ആരാധന നടക്കുന്ന സ്ഥലമാണ്. ഇത് പുറം കാഴ്ച. ഇത് പുതിയ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ.
ഈ വിശ്വാസയാത്ര നിങ്ങളെ സ്പർശിച്ചതായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്കും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഈ പള്ളി പണി കഴിപ്പിച്ച പുരോഹിതൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. കുർബാന സമയങ്ങളും ഒക്കെ കറക്റ്റ് വ്യക്തമായിട്ട് അവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു.